പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് തളർന്നുപോയ മനസ്സുകളെയും തകർന്നുപോയ ജീവിതങ്ങളെയും താങ്ങിയുണർത്തുന്ന സ്വർഗത്തിൻ്റെ സാന്ത്വനമാണ് ഈ ദിവ്യകാരുണ്യം. അവൻ ഇത്രയേറെ സഹിച്ചത്, കുരിശിൽ പ്രാണൻ വെടിഞ്ഞത് ഈ ദിവ്യകാരുണ്യമാകാനാ. എന്തിനു വേണ്ടിയാ ഈ ദിവ്യകാരുണ്യ അപ്പം? നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തിരുപാധേയമായിട്ട് മാറാൻ. 5 അപ്പം 5000-ലേറെ പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത്, ഇത് വിജന പ്രദേശമാണ്, ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചാലും. എന്നാൽ കരുണയുടെ തമ്പുരാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ തന്നെ ഇവർക്ക് അപ്പം കൊടുക്കുവിൻ. അവർ പറഞ്ഞത് എന്താ? ഞങ്ങളുടെ കൈവശം 5 അപ്പമേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാ? പരിമിതികളാണ്, പോരായ്മകളാണ്. പക്ഷേ 5 അപ്പം കർത്താവിൻ്റെ കൈവെള്ളയിലേക്ക് നൽകിയപ്പോൾ അത് 5000-ലേറെ പേർക്ക് സംതൃപ്തിയുടെ വിരുന്നാക്കി അവിടുന്ന് മാറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ആകുലതകൾ, അസ്വസ്ഥതകൾ നമ്മുടെ പരിമിതികളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ചും ബലഹീനതകളെക്കുറിച്ചും ഇല്ലായ്മകളെക്കുറിച്ചൊക്കെയാണ്. ഇതൊക്കെ തമ്പുരാൻ അറിയാമെന്നേ. നീ ചെയ്യേണ്ടതൊന്നു മാത്രമാണ്, നിന്റെ പരിമിതികളും പോരായ്മകളും നീ കർത്താവിൻ്റെ അരികിലേക്കൊന്ന് കൊടുക്ക്. അവിടുന്ന് അതെടുത്തുയർത്തി ആശീർവദിച്ച് നിന്നെ അനുഗ്രഹിക്കും. നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറം നിന്റെ ദൈവം നിനക്ക് തന്നിരിക്കും. അവരാവശ്യപ്പെട്ടത് ഈ ജനത്തിൻ്റെ വിശപ്പടക്കാനുള്ള അപ്പമാണ്. അവിടുന്ന് കൊടുത്ത് അവസാനം 12 കുട്ട നിറയെ അപ്പം അവശേഷിപ്പിച്ചില്ലേ? ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. നീ എന്തു കൊടുക്കുന്നുവോ അതിനും എത്രയോ മടങ്ങ് നിന്റെ ദൈവം നിനക്ക് തരും. വചനം പറയുന്നില്ലേ, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിന്റെ മടിയിലേക്ക് ഇട്ട് തരും. അത്രത്തോളം അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നീ ഇത്തിരി കൊടുക്കുമ്പോൾ ഒത്തിരി നൽകുന്നവനാണ് നിന്റെ ദൈവം. പക്ഷെ അവന് കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? പരിമിതികളും പോരായ്മകളുമുള്ള നമ്മുടെ ജീവിതത്തെ തന്നെ അവൻ്റെ കൃപയുടെ ദിവ്യകാരുണ്യ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ